ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പഴം കൊണ്ടൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഞാനിവിടെ ഏകദേശം ഒരു മീഡിയം സൈസുള്ള 1.5 വലിയ ഏത്തക്കായ എടുത്തിട്ടുണ്ട്, പഴുത്തത് കേട്ടോ. ഇനി നമുക്കൊരു പാൻ നന്നായി ചൂടായതിനു ശേഷം ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ചൂടാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഗീ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ആൽമണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്നിത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മുടെ ആൽമണ്ട് ഇവിടെ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് ഒരു 2.5 ടീസ്പൂൺ തേങ്ങ കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിർബന്ധമില്ല ഇത് ഇട്ട് കൊടുക്കണമെന്ന്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി ഒന്ന് വാട്ടിയെടുക്കുക. തേങ്ങ ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട കേട്ടോ. നമ്മുടെ ഈ നെയ്യൊക്കെ ഇതിനകത്തൊന്ന് ജസ്റ്റ് പിടിച്ച് കിട്ടിയാൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു നെല്ല് ചെറുജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ഏകദേശം നമ്മുടെ തേങ്ങയും അതുപോലെ ആൽമണ്ടും ജീരകവും എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത്തക്ക ഒരുപാട് പഴുത്തു പോയെന്ന് ഓർത്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പഴുക്കുന്തോറുമാണ് നമ്മുടെ ഈ ഉണ്ടാക്കുന്ന സ്നാക്കിന് ആ ഒരു ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പഴവും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന തവി കൊണ്ടിട്ട് അതൊന്നൊന്ന് നന്നായിട്ടൊന്ന് ഞെക്കി കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ എടുത്തിരിക്കുന്ന പഴത്തിന് കുറച്ച് മധുരം കുറവാണ്, അതുകൊണ്ടാട്ടോ ഞാൻ പഞ്ചസാര യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എടുക്കുന്ന പഴത്തിന് മധുരം കൂടുതലാണെന്നുണ്ടെങ്കിൽ മധുരം ഇടുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പഴം ഇങ്ങനെ വെന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തവി വെച്ചിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ വെന്ത ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പഴം ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് ചെറിയ ഉരുളകളായിട്ടൊന്ന് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് ഉരുള പിടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇൻ കേസ് ഈ പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊന്ന് ലൂസായി കിട്ടും നമ്മുടെ ഈ പഴം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പേടിക്കൊന്നും വേണ്ട. ഇതിനകത്തേക്ക് ഒരു കുറച്ച് അവലിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടി കിട്ടും. പക്ഷെ ഞാനിവിടെ അവലിട്ടിട്ടില്ല കേട്ടോ, പഴം മാത്രമായിട്ടാണ് ഈ ഉരുട്ടി വെച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് വേണ്ട ബാറ്റർ നമുക്ക് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മൈദയുടെ പൊടി എടുത്തിട്ടുണ്ട്. ഒരു 5 ടീസ്പൂൺ നമ്മുടെ ഗോതമ്പ് പൊടി, അത് 1/4 ഭാഗത്തോളം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം. അപ്പം നേരത്തെ ഞാൻ എടുത്തേക്കുന്നത് 1.5 പഴമാണ്, അതിൻ്റെ അരപ്പഴം ഞാൻ മാറ്റി വെച്ചിരുന്നു. ആ അരപ്പഴമാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞപ്പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ പൊടിച്ച പഞ്ചസാരയാണ്, ഏലക്കയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് കേട്ടോ ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. അതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ അരച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ലൂസായി പോകരുത്. ഏതാണ്ട് നമ്മുടെ ആ ഇഡ്ഡലിമാവിൻ്റെ പാകത്തിന് വേണം നമുക്കിതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ളി ഞാൻ പഞ്ചസാരയോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ പഞ്ചസാരയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആ ഒരു മധുരമൊക്കെ ഇല്ല, അതൊക്കെ ഒന്ന് സെറ്റായി നിൽക്കണം കേട്ടോ. ഓക്കെ, അതിന് ശേഷം നമുക്കൊരു പാൻ എടുക്കുക. ഇത് നന്നായി ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ പഴം നമ്മുടെ ബാറ്ററിനകത്തേക്ക് നന്നായിട്ടൊന്ന് മുക്കിയ ശേഷം നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇനി ഇട്ട് കൊടുക്കാം നമുക്ക്.
ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓൾറെഡി നമ്മുടെ പഴമൊക്കെ നമ്മൾ വേവിച്ചിട്ടാണ് നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു കോട്ടിങ്, ഈ പഴത്തിൻ്റെ മേളിലുള്ള ഈ കോട്ടിങ്ങിനൊരു ഇതുപോലെ ഒരു ബ്രൗൺ കളർ കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ പഴം ബോണ്ട ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം അല്ലല്ലേ, നന്നായി റെഡി ആയിട്ടുണ്ട്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇനി ഇതൊരു വേറെ ഒരു പാത്രത്തിനകത്തേക്ക് ഞാനൊന്ന് എല്ലാം ഉണ്ടാക്കി സെർവ് ചെയ്ത് വെക്കാൻ പോവാം. അപ്പോൾ അതാ നമ്മുടെ പഴം ബോണ്ട ഇവിടെ റെഡിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതേപോലെ വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.